അതെ സാർ. എവിടെയാ പണിയൊക്കെ? പണിയില്ല എനിക്ക്. പണി ഇവിടെ അടുത്ത് തന്നെ. പണിക്കുണ്ട്. പണി കുഴപ്പമൊന്നുമില്ല. പണിക്കാരില്ലേ ഇവിടെ? പിന്നെ അതെ സാർ, ഞാനേ ഒരു കാര്യം ചോദിച്ചേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയർ ആഘോഷിച്ച് നോക്കുന്നത്. പിന്നെ അത് ആഘോഷിക്കണ്ട്. പിന്നെ ഈ തവണ നമുക്ക് ന്യൂ ഇയർ വരല്ലേ, ആ നമുക്ക് അടിച്ചു വിളിക്കട്ടെ. പിന്നെ അതാണ് ഉറപ്പായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം മറ്റുണ്ടായില്ല നമ്മളോട്. ബിബി അവന് വിളിക്കണ്ടേ? അവനെ വിളിക്കാം. അവനെ വണ്ടിന്ന് വീണ് ഇപ്പൊ പരിക്കുപറ്റിയിരിക്കല്ലേ. അവനോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ വല്ല പള്ളിയിൽ അമ്പലത്തിലേക്ക് പോയി ഒന്ന് കാണാൻ. ഒന്നും കേൾക്കില്ലേ? അമ്പലത്തിലേക്കും പോയി ഒന്ന് ചരട് കെട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊരു നല്ല കാര്യങ്ങളൊക്കെ കിട്ടും. എടാ ജയ്സാ, എന്നിട്ട് ഞാൻ അറിഞ്ഞു ഈ സംഭവമൊക്കെ. ഞാൻ അറിഞ്ഞു അവൻ വയറ് മുട്ടായി മദ്യം കഴിച്ച് ഒരു ബാലൻസ് ഇല്ലാണ്ട് അവനൊരു കുടുംബോ അവന് വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെന്നൊരു ചിന്ത അവന് വേണ്ടേ. എന്നിട്ട് ഈ മദ്യം കിട്ടിയിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരു ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് അവൻ എത്ര ആൾക്കാർ ഇടിക്കാൻ പോകുന്നത് അറിയോ? എന്നിട്ടാണ് ആ വണ്ടിയിൽ നിന്ന് ബാലൻസ് ഇല്ലാണ്ട് തെറ്റി വീണത്. എന്നിട്ട് എങ്ങോട്ടോ ഇല്ലാത്ത ദൈവങ്ങൾക്ക് കുറ്റം. എടാ, ഈ യുവതലമുറയില്ലേ, ഈ വഴിതെറ്റി പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ മതവും വിശ്വാസവും എല്ലാം ഉള്ളത്. അല്ലാതെ ഈ പറയുന്ന അന്ധവിശ്വാസം കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കാൻ എന്നിട്ട് പറയണം. ഇതിനൊക്കെ വല്ല കാര്യം. വിശ്വാസികൾക്ക് ആപത്തുകളോ ഒന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ പള്ളിയിലെ അച്ഛന്മാർക്കും ഈ ഉസ്താദുമാർക്കും പൂജാരിമാർക്കും ഒന്നും ഒരു മരണം വരെ സംഭവിക്കില്ലല്ലോ സാർ. ഇത് 2026 കാലഘട്ടമാണ്. ഇനിയെങ്കിലും അവനവന്റെ പ്രവൃത്തിയിലും തൻ്റെ മറ്റുള്ള മുന്നോട്ടുള്ള യാത്രയിലും അവനവനെ വിശ്വസിച്ചിട്ട് ജീവിക്കുക. എന്നാലേ നമുക്കൊക്കെ ജീവിത വിജയം ഉണ്ടാവൂ. ചേട്ടൻ പറഞ്ഞെങ്കിൽ മനസ്സിലായി. ചേട്ടന് ഒരുപാട് അറിവുണ്ട് കേട്ടാ. സാർ, ജീവിതത്തിൽ കുറെ ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിതയാത്രയിൽ കുറെ അനുഭവങ്ങൾ നമ്മൾ പഠിക്കുകയുള്ളൂ. ആ അനുഭവത്തോടുകൂടിയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. എന്നാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് പല കാര്യങ്ങളിലേക്കും എത്തപ്പെടുകയുള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്.